ഹായ് മക്കളെ, ന്യൂട്ടൺസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഞാൻ ഉനീസാറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ +2 നിങ്ങൾ പഠിക്കുന്നതിൽ ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ തന്നെയാണ് ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത്. ഏതാണെന്നറിയോ? ഏതായിരിക്കും? ലീനിയർ പ്രോഗ്രാമിംഗ്. ജസ്റ്റ് ഫിഗർ വരക്കുക, അതിൻ്റെ മാർക്ക് മേടിക്കുക, വേറെ ഒന്നും ആലോചിക്കേണ്ട. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിൽ നിന്ന് വരാൻ പോകുന്നത്. ആ മാർക്ക് സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവശ്യമുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മളിന്ന് ചൂസ് ചെയ്തേക്കുന്നത്. ആ ക്വസ്റ്റ്യനുകൾ നിർബന്ധമായിട്ട് അങ്ങ് പഠിച്ചു വെച്ചേക്കുക. അത് വെച്ചിട്ട് എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾ ചെയ്ത് പഠിച്ചോ, പക്ഷേ ഇതൊരു ബേസ് ആയിട്ട് തന്നെ വെക്കണോട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് വാക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇത് ഇങ്ങനെ ഒരു സാധനം തരും. z is equal to ax plus by എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം നമ്മൾ തൊടില്ല. കാരണം എന്താണെന്ന് അറിയാം, നമ്മൾ ഗ്രാഫൊക്കെ വരച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് പോയിന്റുകൾ കാര്യങ്ങൾ കിട്ടും. ആ വാല്യൂസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ കൊണ്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് ആരെയൊക്കെ കിട്ടുക, ഒന്നുകിൽ മാക്സിമം കിട്ടും അല്ലെങ്കിൽ മിനിമം കിട്ടും. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ടുണ്ടാവും മാക്സിമൈസ്ന്നോ മിനിമൈസ്ന്നോ ഉണ്ടാവും. അപ്പം ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് വാല്യൂസ് ഒക്കെ കിട്ടില്ലേ, ആ വാല്യൂസ് ഒക്കെ ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും വലുത് കിട്ടുമ്പോൾ ആ പോയിന്റ് ആയിരിക്കും എന്തെന്ന് പറയാ, മാക്സിമൈസിൽ ഇത് പറയാം. ഏറ്റവും ചെറുത് കിട്ടുന്നത് മിനിമൈസിൽ നമ്മൾ എടുക്കും. അതിൽ തന്നെ ഈ എക്സും വൈ എന്ന് പറയുന്നവരെ ആയിരിക്കും നമ്മൾ എന്ത് പേര് പറയാ, ഡെസിഷൻ വേരിയബിൾസ് എന്ന് പറയാം. അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ വാക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോടാ. ദെൻ ഇതേപോലെ രണ്ട് കണ്ടീഷൻ തരും. ഓൾമോസ്റ്റ് 90% ക്വസ്റ്റ്യനിലും ഈ എക്സ് ഗ്രേറ്റർ ദാൻ 0 വൈ ഗ്രേറ്റർ ദാൻ 0. അതെന്താണെന്നറിയോ, സിമ്പിൾ ആടാ. നമ്മളിത് ഗ്രാഫൊക്കെ വരച്ച് പഠിച്ചിട്ടില്ലേ, ഇതാണ് നമ്മളുടെ എക്സ്, ഇതാണ് നമ്മളുടെ എക്സ് നെഗറ്റീവ്, ഇതാണ് നമ്മുടെ വൈ പോസിറ്റീവ്, ഇതാണ് നമ്മളുടെ വൈ നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് മിക്ക ക്വസ്റ്റ്യനിലും അവരെന്ത് തരും, എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആ ഒരു രീതിയിലുള്ള മാത്രം നമ്മൾ എടുത്താൽ മതി. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ 2024 ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ എക്സ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം എന്തായിരിക്കും, ഈ ഫസ്റ്റ് ക്വാഡ്രന്റും അതുപോലെ തന്നെ ഫോർത്ത് ക്വാഡ്രന്റും എന്തായിരിക്കും, എക്സ് പോസിറ്റീവ് ആയിരിക്കും. ഐഡിയ കിട്ടിയ? ഇനി വൈ പോസിറ്റീവ് ആവുന്നത് ഏതൊക്കെ കണ്ടീഷനിലാണ്, 1ലും അഥവാ 2ലും ആയിരിക്കും ആര് പോസിറ്റീവ് ആവുക, വൈ പോസിറ്റീവ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണോ അത് കൃത്യമായിട്ട് നോക്കുക. 90% ക്വസ്റ്റ്യനിലും എക്സ് ഗ്രേറ്റർ ദാൻ 0 വൈ ഗ്രേറ്റർ ദാൻ 0 തന്നെ ആയിരിക്കും കേട്ടോ. ദെൻ അടുത്ത രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഫീസിബിൾ റീജിയൻ, അതായത് നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തരാമെന്നറിയോ, ക്വസ്റ്റ്യനിൽ മിക്കവാറും ചിലപ്പോൾ ഒരു ലൈൻ തരും അല്ലെങ്കിൽ 2 ലൈൻ തരും. ഇപ്പോൾ 2 ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊന്ന് ചെക്ക് ചെയ്യും, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും റീജിയൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. 2 ഗ്രാഫ് നമ്മൾ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ പറയും. ഈ രണ്ടിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൻ എന്ത് പറയാം, ഒരു ഫീസിബിൾ റീജിയൻ നമുക്ക് ഉണ്ടെന്ന് പറയാം. പക്ഷേ രണ്ടിലും കോമൺ ഇല്ലാത്ത കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നോ ഫീസിബിൾ റീജിയൻ ആയിരിക്കും. അങ്ങനെ ഫീസിബിൾ റീജിയനിലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, സൊല്യൂഷൻ കിട്ടുള്ളൂ. നോ ഫീസിബിൾ ആണെങ്കിൽ എന്തായിരിക്കും, സൊല്യൂഷൻ ഉണ്ടാവില്ല. ഇത്രയുള്ളൂ. ആ എല്ലാ കേസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ അതുപോലെ തന്നെ ഇതാണ് നമ്മൾ വരിക, മാക്സിമം ഓർ മിനിമം. ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ആ ഒരു സൊല്യൂഷൻസ് കാര്യങ്ങൾ വേണം. അപ്പോൾ ഈ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഫീസിബിൾ റീജിയൻ. ക്ലിയർ ആണ്? ഒരു കോമൺ റീജിയൻ ആണ്. അതിൽ തന്നെ കൃത്യമായിട്ട് കൊടുത്തേക്കുന്നുണ്ടോ, എ കോമൺ റീജിയൻ ഡിറ്റർമിൻഡ് ബൈ ദി കോൺസ്ട്രെയിൻസ് ഇൻക്ലൂഡിങ് നോൺ നെഗറ്റീവ് കോൺസ്ട്രെയിൻ. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. എത്ര ലൈൻ ഉണ്ടോ നമ്മൾ അത് എങ്ങനെയൊക്കെയാണ് വരക്കുക, എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യാന്നൊക്കെ പഠിപ്പിച്ചു തരും. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫീസിബിൾ റീജിയൻ ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ദെൻ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ചെയ്തു തുടങ്ങാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം നോക്കിയടാ, മാക്സിമൈസ്. അപ്പോൾ നമുക്ക് കിട്ടണം, ഓക്കെ, മാക്സിമൈസ് z is equal to 3x plus 4y. ഞാൻ അവനെ തൊടുന്നില്ല, അവൻ അവിടെ കിടന്നോട്ടെ, നമുക്ക് ലാസ്റ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന കണ്ടീഷൻസ് ആരൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. എക്സ് ഗ്രേറ്റർ ദാൻ 0 ഉണ്ട്, വൈ ഗ്രേറ്റർ ദാൻ 0 ഉണ്ട്. സോ ഞാൻ റഫായിട്ട് ഒരു ഗ്രാഫ് വരക്കാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 വൈ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്ക് അറിയാം ഏത് ഇതിലായിരിക്കും, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് അല്ലേ. ഇതായിരിക്കും നമ്മളുടെ എക്സ്, ഇതാണ് നമ്മളുടെ എക്സ് നെഗറ്റീവ്, ഇതാണ് നമ്മളുടെ വൈ പോസിറ്റീവ്, ഇതാണ് നമ്മളുടെ വൈ നെഗറ്റീവ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് വരച്ചു തുടങ്ങുന്നത് എന്നുള്ളതൊന്ന് നോക്കണം കേട്ടോ. ആദ്യം നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ്. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരക്കാൻ നേരത്ത് നമ്മൾ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അവരുടെ ലെസ് ദാൻ സിമ്പിൾ ഇല്ല, അവരൊന്ന് മാറ്റി നിർത്താം. പകരം ആരെടുക്കുക, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4 എടുക്കാം. എങ്ങനെയായിരിക്കും, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4 എടുക്കാം. ഞാനൊരു ബോക്സ് വരക്കാം കേട്ടോ. ഒരു ബോക്സ് വരച്ചു. അതിലെപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നമ്മളൊരു ബോക്സ് വരച്ച് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് പെട്ടെന്ന് കിട്ടും, അതായത് തെറ്റതൊന്നുമില്ല. അപ്പോൾ എക്സ് പ്ലസ് വൈ, സോ എക്സ് ഉണ്ട്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഞാൻ വരച്ചു. ഇനി ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ, എക്സിന് നമ്മൾ ആരിട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സ് 0 ആയിപ്പോയപ്പോൾ ബാക്കി ആര് വന്നടാ, എക്സ് 0 ആയി കഴിഞ്ഞപ്പോൾ വൈ ഇസ് ഈക്വൽ ടു 4 എന്ന് വന്നു. അപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടിയല്ലോ, 0,4 എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ആയി. ഇനി അടുത്തത് ഞാൻ ആരിട്ട് കൊടുക്കുന്നു,
വൈക്ക് ഞാൻ 0 ഇട്ട് കൊടുക്കുക. ആദ്യം എക്സിന് 0 ഇട്ട് കൊടുക്കുക, ദെൻ വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 4 കിട്ടി അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടിയടാ? 2 പോയിന്റുകൾ കിട്ടി. ഏതൊക്കെയാണ് 2 പോയിന്റ് എന്ന് പറയുന്നത്? 0,4ഉം അതുപോലെ തന്നെ 4,0 ആണ്. അപ്പം നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. എപ്പോഴും ഇവിടെ 0 മാർക്ക് ചെയ്യുക. 1 2 3 4 5 അത്രയും മതി നമുക്ക് ആവശ്യത്തിന്. ഇങ്ങോട്ടും 1 2 3 4 ആൻഡ് 5. ഞാൻ തൽക്കാലം അത്രയും എടുത്ത് നിർത്തുന്നു. ലെഫ്റ്റിലും ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ പോയിന്റ് മാർക്ക് ചെയ്യാലോ. 0,4 ആണ്. അപ്പോൾ 0,4 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം x0. അപ്പോൾ x0 ആവണത് ഏതിലാ? y ആക്സിസിലാണ്. അപ്പോൾ 0,4 എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റ് ആയിരിക്കും? ഇതല്ലേ നമ്മളുടെ പോയിന്റ് 0,4. ഞാൻ അവിടെ മാർക്ക് ചെയ്തു. ഇനി അടുത്ത പോയിന്റ് അതാരടാ? 4,0. ആരായിരിക്കും? 4,0. അപ്പോൾ നമുക്കറിയാലോ അത് ഏത് ആക്സിസിലാണ്? ഇതിലാണ് അല്ലേ. സോ ഞാൻ മാർക്ക് ചെയ്യുന്നു 4,0. അതും ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇനി അടുത്ത പരിപാടി എന്താ? നേരെ അങ്ങോട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ നേരെ ജോയിൻ ചെയ്യുകയാണേ. ഇതിനവിടെ നീട്ടി വരച്ചോ. എന്നിട്ട് എപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയോ? ആ ഗ്രാഫിൻ്റെ പേര് അവിടെ അങ്ങ് എഴുതി വെച്ചേക്കുക. x+y <4. ആ ലൈനിൻ്റെ പേര് അവിടെ നിന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ എന്ത് വരച്ചു? ഗ്രാഫ് വരച്ചു. ഇനിയാണ് നമ്മൾ എന്ത് പറയുക? ഒരു സൊല്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫീസിബിൾ റീജിയൻ ഒക്കെ കണ്ടുപിടിച്ച് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം എന്നറിയോ? ഇവന്മാരുടെ ഏത് രീതിയിലേക്കാണ് ഗ്രാഫ് പോകണേന്ന് അപ്പോൾ ഒരു ഷോർട്ട് കട്ട് പഠിച്ചു വെച്ചു കേട്ടോ. എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എടുക്കാം. ആദ്യം നമ്മൾ എടുത്തത് എന്തായിരുന്നു? x+y = 4 അല്ലേ. അടുത്ത കണ്ടീഷനിൽ നമ്മൾ ആ ഈക്വൽ ടുനെ മാറ്റിയിട്ട് <4. ആ ലെസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ്റെ കണ്ടീഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ? എല്ലാത്തിലും സെയിം മെത്തേഡാ കേട്ടോ. രണ്ടിലും നമ്മൾ എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. രണ്ടിൽ എക്സിനും വൈക്കും 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? 0<4 എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ കിട്ടി. എന്താണ്? 0<4 എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ കിട്ടി. അപ്പോൾ എപ്പോഴും ആലോചിച്ച് നോക്കുക, ഈ കണ്ടീഷൻ ശരിയല്ലേ? 4നേക്കാൾ ചെറുതല്ലേ 0 എന്ന് പറയുന്നത്? അപ്പോൾ ഇതെന്താണ്? ട്രൂ ആണ്. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ റഫായിട്ട് മനസ്സിലാവാൻ ഇതാണ് നമ്മളുടെ ഗ്രാഫ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്കിത് ട്രൂ ആയിട്ടൊരു കാര്യം കിട്ടിയില്ലേ? ട്രൂ ആയിട്ടാണെങ്കിൽ ഈ ഗ്രാഫ് എങ്ങോട്ടായിരിക്കും വരാൻ പോകുന്നത്? നമ്മളുടെ ഒറിജിൻ ഇവിടെ അല്ലേ. ആ ഒറിജിനിലേക്കായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്? വരാൻ പോകുന്നത്. ഐഡിയ കിട്ടിയ? അപ്പോൾ ഇത് ഫോൾസ് ആയിരുന്നെങ്കിലോ? ഫോൾസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? നേരെ അകന്നു പോകും. ഒറിജിനിൽ നിന്ന് നേരെ എന്ത് ചെയ്തേനെ? അകന്നു പോയേനെ. ഇപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യണേന്ന്? ട്രൂ ആണ് കണ്ടീഷനെങ്കിൽ ഒറിജിനിലേക്ക് വരക്കുക, ഫോൾസ് ആണെങ്കിൽ ഒറിജിനിൽ നിന്ന് അകത്തി വരക്കുക. ട്രൂ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് ട്രൂ അല്ലേ മക്കളെ? അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്? സോ ഞാൻ ഇവിടെ നിന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ സംഭവം എന്ത് ചെയ്യാം? ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഒറിജിനിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ബൗണ്ടഡ് റീജിയൻ. എല്ലാ കേസിലും ബൗണ്ടഡ് കിട്ടണം നിർബന്ധമൊന്നുമില്ല. ബൗണ്ടഡ് ആവാം, അൺബൗണ്ടഡ് ആവാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിലും ഇപ്പോൾ ഇവിടെ ഒറ്റ ലൈനല്ലേ ഉള്ളൂ. ചില സമയത്ത് 2 ലൈനൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് പോയിന്റ് കിട്ടിയല്ലോ. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റ് ഏതാ? അത് ഓൾറെഡി നമുക്ക് അറിയാം. ഏതായിരുന്നു? 0,4 ആണ് നമ്മൾക്കറിയാം. ദെൻ അടുത്ത പോയിന്റ് അതാടാ 4,0 ആണെന്ന് അറിയാം. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലോ. കുറേ പേര് അവനെ സ്കിപ്പ് ചെയ്ത് കളയും. അവിടുത്തെ പോയിന്റ് ഏതാ? 0,0. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 പോയിന്റ് കിട്ടി അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ആ 3 പോയിന്റുകളെ ഇവിടെ നോട്ട് ചെയ്യാം കേട്ടോ. ഏതൊക്കെയാണ് ആ 3 പോയിന്റ്? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ ഇല്ലേ, അതിപ്പോഴാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 3x + 4y. ദെൻ നമ്മളുടെ 3 പോയിന്റ്സ് ഉണ്ടല്ലോ. ആരൊക്കെയാണ്? 0,0 ഉണ്ട്, 0,4 ഉണ്ട്, അടുത്തതാരാ? 4,0 ഉണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. എങ്ങനെയാണെന്നറിയോ? എക്സിൻ്റെ സ്ഥലത്ത് 0 ഇട്ട് കൊടുക്കുക, വൈയുടെ സ്ഥലത്തും 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്ത് വരും? z = 3 × 0 + 4 × 0. ഇപ്പോൾ രണ്ടും 0 ആയിട്ട് ആൻസർ എത്ര കിട്ടി? 0. അടുത്ത കണ്ടീഷൻ എന്താ? എക്സിൻ്റെ സ്ഥലത്ത് 0 ഇട്ട് കൊടുക്കുക, വൈയുടെ സ്ഥലത്ത് 4 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടൂടാ? 3 × 0 + 4 × 4. അപ്പോൾ എന്ത് കിട്ടി? 0 + 16 = 16 എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആൻസർ ആയി. ഇനി അടുത്തൊരു പോയിന്റും കൂടി ഉണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? എക്സിൻ്റെ സ്ഥലത്ത് 4 ഇട്ട് കൊടുക്കുക, 3 × 4 + 4 × 0. അപ്പോൾ ആൻസർ എത്ര കിട്ടിയേ? 12 എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആൻസർ കിട്ടി. ഇനി മക്കൾ ഇവിടെ നോക്കി നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്? മാക്സിമൈസ് ആണ് ചോദിച്ചേക്കണേ അല്ലേ. അപ്പോൾ മാക്സിമൈസ് എന്ന് പറഞ്ഞ കൂട്ടത്തിലെ ഏറ്റവും വലുത് ആരാ? കൂട്ടത്തിലെ ഏറ്റവും വലുത് കിട്ടി നമുക്ക് എത്രയാണ്? 16 ആണ്. ഏത് പോയിന്റിലാണ് കിട്ടിയത്? 0,4ലാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ മാക്സിമം പോയിന്റ് കേട്ടോ. മാക്സിമം അറ്റ് ഏത് പോയിന്റിലാണ്? 0,4ലാണ്. 16 ആണ് മാക്സിമം. അത് ഏത് പോയിന്റിലാണ്? 0,4
4ലാണ്. ഐഡിയ കിട്ടിയോ? അപ്പോൾ ഇത്രയുള്ള പരിപാടി. ആദ്യം ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക, ദെൻ ഒറിജിനിലേക്കാണോ ഒറിജിനിൽ നിന്ന് അകന്നിട്ടാണോ ചെക്ക് ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക, ആ പോയിന്റ്സ് കണ്ടുപിടിക്കുക, ഇതിലിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ പിടിച്ചു. ഇതേപോലെ തന്നെയുള്ളൊരു മോഡലാണ്, പക്ഷേ ഇവിടെ എത്ര വന്നടാ? നേരത്തെ ഒരൊറ്റ ലൈൻ ആണെങ്കിൽ ഇവിടെ എത്ര വരാ? 2 ലൈനാണ് വരാം. അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമൈസ് ഇസഡ് ഇസ് ഈക്വൽ ടു 4x + y. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ അവനെ തൊടുന്നില്ല. ബാക്കി 2 പേരുണ്ട് അല്ലേ ഇപ്രാവശ്യം? 2 പേര് ആരൊക്കെയാ? x + y > 50, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണ്. സോ ഞാൻ ആദ്യം അവനെടുക്കുക. x + y ആദ്യം നമ്മൾ ലെസ് ദാൻ എടുക്കോ? ഇല്ല, ആദ്യം നമ്മൾ എന്തിനെ എടുക്കുള്ളൂ? ഈക്വൽ ടുനെയാണ് എടുക്കുള്ളൂ. സോ ഈക്വൽ ടു 50 ഞാൻ ആദ്യമേ എടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ എന്ത് ചെയ്യടാ? ഒരു ബോക്സ് വരക്കുക. ബോക്സിൽ ഞാൻ എന്ത് ചെയ്യുക? ആദ്യം ഇവിടെ x കൊടുക്കുക, ഇവിടെ y കൊടുക്കുക. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താ? ആദ്യം എക്സിന് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും? 0 + y = 50, അഥവാ വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 50 കിട്ടി. ദെൻ അടുത്ത പരിപാടി ആരാ? വൈക്ക് 0 കൊടുക്കുക. വൈക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ 50 കിട്ടും. നമുക്ക് 2 പോയിന്റ് കിട്ടിയില്ലേ? 2 പോയിന്റ് കിട്ടിയില്ലേ? സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ 10 എടുക്കുന്നു, 20, 30, 40, 50, 60. ഇങ്ങോട്ട് നമ്മളുടെ എക്സ്, ഇങ്ങോട്ട് ധാരാ വൈ ആണല്ലേ. അഗെയിൻ 10, 20, 30, 40, 50. സോ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ടായിരിക്കുമല്ലോ വർക്ക് ചെയ്യുക. നമ്മൾ സ്കെയിലൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് വരക്കുക. അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ പോയിന്റ്സും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഗ്രാഫ് കിട്ടും. സോ ഞാൻ ഇവിടുത്തെ പോയിന്റ് മാർക്ക് ചെയ്യാണ്. എവിടെയാണ് ആദ്യത്തെ പോയിന്റ്? 0,50 ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ആരുണ്ടാ? 50,0 ഉണ്ട്. സോ ഇവിടെ ആയിരിക്കും എന്ത് വരാ? 50,0 വരാം. ക്ലിയർ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് ഇവരങ്ങോട്ട് ജോയിൻ ചെയ്യുക അല്ലേ? ദേ ജോയിൻ ചെയ്ത് ഞാൻ വരക്കുന്നു. എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഗ്രാഫ് വരച്ച് നമ്മൾ ആദ്യം എന്ത് ചെയ്തേക്കുക? ആ പേര് അങ്ങോട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. x + y > 50. ആ ഒരു കണ്ടീഷൻ ഞാനിവിടെ സോൾവ് ചെയ്ത് നോക്കുന്നു. ക്ലിയർ ആണല്ലോ? ഇനി ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഷെയ്ഡ് എങ്ങനെയാണ് വരയുന്നതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടുത്തെ ഷെയ്ഡ് വരുന്നത് ആരടാ? x + y < 50 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? രണ്ടിനും എക്സിനും വൈക്കും 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 < 50. ഇത് ട്രൂ അല്ലേ മക്കളെ? 0 എന്ന് പറയുന്നത് 50നേക്കാൾ ചെറുതല്ലേ? അപ്പോൾ ട്രൂ ആണ്. ട്രൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാണ് പഠിപ്പിച്ചേക്കുന്നത്? ട്രൂ വന്നു കഴിഞ്ഞാൽ നേരെ ഒറിജിനിലേക്ക് വരക്കുക. അപ്പോൾ ദേ നമ്മൾ വരക്കുക കേട്ടോ. സോ ഞാൻ ആദ്യമേ തന്നെ എടുക്കുന്നു. ഇവിടുത്തെ പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യുക? ദേ ഒറിജിനിലേക്ക് ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ വരക്കുമ്പോഴും ഇതുപോലെ തന്നെ വളരെ ലൈറ്റായിട്ട് ആദ്യം ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ വളരെ ലൈറ്റായിട്ടൊന്ന് വരച്ചു വെച്ചേക്കാം. ഇപ്പം നമ്മുടെ ഒരാളുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത ആളെ വരക്കണം. അപ്പോൾ അടുത്ത ആൾ ആരാണ്? 3x + y < 90 ആണ്. നമ്മൾ അടുത്തൊരു പോയിന്റ് ആണ്. സോ എഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. ദേ എക്സ് എടുക്കുക, വൈ എടുക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവ മൊത്തത്തിൽ 0 ആയിപ്പോയി. അപ്പോൾ y = 90 എന്ന് പറഞ്ഞ് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താ? വൈക്ക് 0 കൊടുക്കുക. വൈക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? 3x = 90. കാരണം 3x + y, വൈയുടെ ഭാഗം എന്തായിട്ട് പോയി? 0 ആയിട്ട് പോയി അല്ലേ? സോ അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 90 / 3 = 30 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ഗ്രാഫിൻ്റെ ഇതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. 3x + y < 90 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എക്സിനും വൈക്കും എന്തിട്ട് കൊടുക്കാം? 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടിലും 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇവൻ എന്തായി മാറിക്കോളും? 0 < 90. അപ്പോൾ ഈ കണ്ടീഷനും ട്രൂ അല്ലേ മക്കളെ? അപ്പോൾ ട്രൂ ആണെങ്കിൽ എന്തിലേക്ക് വരും? ഒറിജിനിലേക്ക് വരും. അപ്പോൾ നമ്മുടെ പോയിന്റുകൾ ആരൊക്കെയാണ്? 0,90 അതുപോലെ തന്നെ 30,0 നമുക്ക് തന്നേക്കുന്നത്. സോ അപ്പോൾ നമ്മൾ എവിടെയാണ് വരിക? 0,90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ ആയിട്ടായിരിക്കും വരിക. സോ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഇതാണ് 0,90 കിട്ടി. ദെൻ അടുത്ത പരിപാടി എന്താ? നമുക്ക് തന്നേക്കുന്നത് 30,0 ആണ്. അപ്പോൾ 30,0 എന്ന് പറഞ്ഞാൽ ഇതല്ലേ നമ്മുടെ പോയിന്റ്? 30,0. അപ്പോൾ നമ്മളിത് ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യാം കേട്ടോ. ഗ്രാഫ് ഇതേപോലെ വരക്കും. ഇനി അടുത്തൊരു പരിപാടി നമുക്കറിയാലോ. എന്തായിരിക്കും? ഒറിജിനിലേക്കാണോ ഇതാണോ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അതിന് മുമ്പ് ഈ ഗ്രാഫിൻ്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 3x + y < 90. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഇവനും എന്തിലേക്ക് തന്നെയാണ് വരാം? ഇവനും വരാൻ പോകുന്നത് ഒറിജിനിലേക്ക് തന്നെയാണ് അല്ലേ? അപ്പോൾ ഞാൻ 2 പേരെ ഒന്ന് മാർക്ക് ചെയ്യുകയാണേ. 2 പേരെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവനും ഈ ഒരു ഗ്രാഫും എന്തിലേക്ക് തന്നെയാണ് വരിക? ഒറിജിനിലേക്ക് തന്നെയാണ് വരിക. സോ ഞാൻ വരക്കുന്നു. വരച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും 2 ഗ്രാഫിലും കോമൺ ആയിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ? രണ്ടിലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു പോർഷൻ അല്ലേ?
ഇവിടെ എന്തേ ഈ ഒരു പോർഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ദേ ഇവിടെ എന്താണ് ഈ രണ്ട് രീതിയിലും കോമൺ ആയിട്ട് രണ്ട് ഗ്രാഫുകളും ഒരുമിച്ച് വരുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ ഒരെണ്ണം തന്നെ നമ്മൾ പഠിച്ചു, രണ്ടെണ്ണം വരുമ്പോൾ എന്താ രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് കിട്ടുന്ന ആളെ കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ പോയിന്റ് എടുക്കണം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താണ് ബൗണ്ടഡ് ആണ് അല്ലേ, ഒരു ബൗണ്ടഡ് റീജിയൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പോയിന്റുകളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്, പിന്നെ ആരാ ഇതൊരു പോയിന്റ്. അപ്പോൾ നമുക്ക് 4 പോയിന്റുകളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ പോയിന്റ് നമുക്കറിയാലോ, ആ ഒരു പോയിന്റ് ആരായിരിക്കും? 0,50 ആണ്. കാരണം y ആക്സിസിൽ. അപ്പോൾ 50യുടെ അവിടെ എന്ത് വരും? 0,50 വരും. ഇനി ഈ ഒരു പോയിന്റ് നമുക്ക് ഓൾറെഡി അറിയാം എത്രയാടാ? 30,0. അത് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 30,0 ആണ്. ഈ ഒരു പോയിന്റ് ആരായിരിക്കും? 0,0 ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു പോയിന്റും കൂടി ഉണ്ടല്ലേ. അപ്പോൾ ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തെന്ന് അറിയോ? നിങ്ങൾ വെറുതെ ഇക്വേഷനൊക്കെ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടാണ് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? ഇവൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവനെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവനിവിടെ 20ൽ വന്ന് മീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് 30ൽ വന്നിട്ടും മീറ്റ് ചെയ്യും. അപ്പോൾ ഗ്രാഫ് പ്രോപ്പർ ആണെങ്കിൽ തന്നെ നമ്മുടെ ആൻസേഴ്സ് കറക്റ്റായിട്ട് കിട്ടും. വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ഇവിടെ എക്സ് കണക്റ്റ് ആവണത് ഏതിലാ? 20ലാണ്. വൈ കണക്റ്റ് ആവണത് അതിലാ? 30ലാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് 20യും കിട്ടി, 30. അപ്പോൾ നമുക്ക് 4 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചേക്കുന്നത് ആരൊക്കെയാടാ? മാക്സിമൈസ് ആണ്. അപ്പോൾ നമുക്ക് അവനെ നമുക്ക് എടുത്ത് ചെയ്യാം. Z is equal to 4x plus y ആണ് നമുക്ക് തന്നേക്കണേ അല്ലേ. Z is equal to 4x plus y ആണ്. സോ നമ്മുടെ 4 പോയിന്റുകൾ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഏതൊക്കെയാണ് 4 പോയിന്റ് നമുക്ക് കിട്ടിയേക്കുന്നത്? ഫസ്റ്റ് ആള് 0,0 ആണ്. പിന്നെ അടുത്ത ആളാരായിരുന്നു? 0,50 ആയിരുന്നു. അടുത്ത ആളാരായിരുന്നു? 20,30 ആയിരുന്നു. അടുത്ത ആളാരായിരുന്നു? നമ്മളുടെ 30,0 ആയിരുന്നു. അപ്പോൾ നമുക്ക് വാല്യൂസ് ഒക്കെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം എക്സിലേക്ക് ഞാൻ 0 എടുക്കുന്നു, വൈയിലും 0. അപ്പോൾ ആൻസർ ഫസ്റ്റ് കേസിൽ 0,0 വന്നു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. ദെൻ അടുത്തത് 0,50 ആണ്. അപ്പോൾ ആദ്യം എക്സിന് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 × 0 പ്ലസ് വൈക്ക് 50. അപ്പോൾ ആൻസർ എത്ര കിട്ടിയടാ? 0 + 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ദെൻ അടുത്ത പരിപാടി എക്സിന് 20 കൊടുക്കുക, വൈക്ക് 30 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 4 × 20 പ്ലസ് 30. അപ്പോൾ എത്ര കിട്ടും? 80 + 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 110. എത്രയായിരിക്കും നമുക്ക് കിട്ടുക? 110 ആണ്. ഇനി ഒരാളും കൂടി ഉണ്ടല്ലേ, 30,0 ഇട്ട് കൊടുക്കുക. 4 × 30 പ്ലസ് വൈയുടെ ഭാഗത്ത് 0. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 120. അപ്പോൾ ഇവിടെ ആരാണ് ഹയസ്റ്റ് വന്നിരിക്കുന്നത്? 120 ആണ് ഹയസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ഏത് വരാ? മാക്സിമം വാല്യൂ വന്നിരിക്കുന്നത് അല്ലേ. മാക്സിമം കിട്ടിയിരിക്കുന്നത് ഏത് പോയിന്റിലാണ്? അറ്റ് 30,0. അപ്പോൾ നമുക്ക് 120 ആണ് നമ്മളുടെ മാക്സിമം. ഏത് പോയിന്റിലാണ്? 30,0 അപ്പോൾ ഇപ്പോൾ ഐഡിയ കിട്ടിയ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ, ഒരൊറ്റ ലൈൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? 2 ലൈൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഐഡിയ കിട്ടിയില്ലേ? സോ ഇനി അടുത്തൊരു മോഡൽ. ഒരെണ്ണം കഴിഞ്ഞു, 2 എണ്ണം കഴിഞ്ഞു, നെക്സ്റ്റ് ഒരു മോഡലാണ്. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതിവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന മിനിമൈസ് ആണ്. എന്താണ്? മിനിമൈസ് ആണ്. Z is equal to 3x plus 2y subject to the constraints. ഏതൊക്കെയാണ്? x plus y greater than or equal to 8 ഉണ്ട്, 3x plus 5y less than or equal to 15 ഉണ്ട്, x greater than 0, y greater than 0. അപ്പോൾ ഈ 2 പോയിന്റ് വരുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് അല്ലേ. സോ ഇനി നമുക്ക് വരച്ചു തുടങ്ങാം. സോ ഞാൻ ആദ്യമേ തന്നെ ഒരു ഗ്രാഫ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടു. ക്ലിയർ? ഇനി നമുക്ക് ഇവന്മാർ ആദ്യത്തെ പോയിന്റ് എടുക്കാം. x plus y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. നമുക്ക് ആരെ വേണ്ട? ഗ്രേറ്റർ ദാൻ നമ്മൾ ആദ്യം എടുക്കില്ല, പകരം നമ്മൾ ആരായിരിക്കും എടുക്കുക? 8 ആയിരിക്കും. ഈക്വൽ ടു 8 എടുക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഒരു ബോക്സ് വരക്കുക. ബോക്സ് ഞാൻ വരക്കുന്നു. എക്സ് എടുക്കുക, വൈ എടുക്കുക. എക്സ് നമ്മൾ ആദ്യം ആരിട്ട് കൊടുക്കും? 0 ഇട്ട് കൊടുക്കും. എക്സ് 0 ആയി കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 8 കിട്ടി. ദെൻ അടുത്ത പരിപാടി വൈക്ക് നമ്മൾ ആരിട്ട് കൊടുക്കും? 0 ഇട്ട് കൊടുക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 8 കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ y0 എന്ന് പറഞ്ഞാൽ x is equal to 8. അപ്പോൾ നമുക്ക് 2 പോയിന്റുകൾ ആരൊക്കെയാ? 0,8ഉം 8,0. ഇത് രണ്ടുമാണ് നമുക്ക് എന്ത് ചെയ്തേക്കുന്നത്? കിട്ടിയേക്കണേ അല്ലേ. ഇനി അടുത്ത പരിപാടി ഇവന് ഏതാണ്? ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് അറിയണം. സോ x plus y greater than 8. ഇതാണ് നമുക്ക് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ രണ്ടിലും 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 greater than 8 എന്നാ കിട്ടുക. ഇത് കണ്ടീഷൻ ശരിയാണോ? 0 8നേക്കാൾ വലുതാണോ? അല്ല. അപ്പോൾ ഇവിടെ എന്ത് വരും? ഫോൾസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോൾസ് ആണെങ്കിൽ ഒറിജിനിൽ നിന്ന് ഒറിജിനിലേക്കാണോ വരിക? അല്ല, ഒറിജിനിൽ നിന്ന് അകന്നായിരിക്കും പോവുക അല്ലേ. ഒറിജിനിൽ നിന്ന് അകന്നായിരിക്കും പോവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് നമുക്ക് പോയിന്റ് കിട്ടിയിരിക്കുന്നത്? 0,8 ഉണ്ട്, അതുപോലെ തന്നെ 8,0 ഉണ്ട്. സോ അടുത്തൊരാളെയും കൂടി വേണമെങ്കിൽ നമുക്ക് വേണ്ട, ഇവിടെ തന്നെ വരച്ചു തുടങ്ങാം. 1 2
3 4 5 6 7 8 നമ്മളുടെ വൈയുടെ ഗ്രാഫ്. ഇങ്ങോട്ട് 1 2 3 4 5 6 7 8 9 വാട്ടവർ ഇത് ഇങ്ങോട്ട് പൊക്കോണ്ടേയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ പോയിന്റുകൾ 0,8 അല്ലേ. അപ്പോൾ 0,8 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ 0,8 വരാ. 8,0 അത് ഇവിടെ അല്ലേ വരാ, 8,0 വരാം. ഇനി എന്ത് ചെയ്യുക, രണ്ടിനെയും ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ ആ പേര് അവിടെ ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏതാടാ, എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആരാണ്, നമുക്കറിയാം ഫോൾസ് ആണല്ലേ. ഇത് ഇവിടെ ഫോൾസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒറിജിനിൽ നിന്ന് അകത്തി വരും. ഒറിജിനിലേക്കല്ല, ഒറിജിനിൽ നിന്ന് അകന്നിട്ടായിരിക്കും വരാം. അപ്പോൾ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങോട്ടായിരിക്കും ഒറിജിനിൽ നിന്ന് അകന്ന് നമ്മളുടെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങോട്ടാണ് ഗ്രാഫ് പോയി. ഇനി നമ്മൾ അടുത്ത ആളെ വരയ്ക്കുക കേട്ടോ. അടുത്ത ആളെ വരക്കാൻ നേരത്ത് നമ്മളുടെ പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഏതൊക്കെയാണ് നമ്മുടെ പോയിന്റ്, 3x + 5y 3x + 5y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ഇതാണ് നമുക്ക് അടുത്ത പോയിന്റ്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇട്ട് കൊടുക്കുകയാണെ. എക്സ് ഉണ്ട്, വൈ ഉണ്ട്. ആദ്യം നമ്മൾ ആരെ അപ്ലൈ ചെയ്യും, എക്സിന് 0 അപ്ലൈ ചെയ്യും. അപ്പോൾ എക്സിന് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും, 5y = 15 എന്ന് പറഞ്ഞിട്ട് കിട്ടും. y = 15/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത പോയിന്റ് അതാരടാ, അടുത്ത നമ്മൾ വൈക്ക് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3x = 15. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, 15/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ അവിടെ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്, 0,3യും അതുപോലെ തന്നെ 5,0യും. ക്ലിയർ ആണല്ലോ? 0,3യും 5,0യും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതല്ലേ 0,3 എന്ന് പറയുന്നത്, 0,3 എന്ന് പറഞ്ഞ ഇതാണ്. ദെൻ അടുത്തത് 5,0 ആണ്. 5,0 ആണ്. എഗെയിൻ നമ്മൾ ഇവന്മാരെ ജോയിൻ ചെയ്ത് വരക്കാണ്. ഇവിടെ ഞാൻ ജോയിൻ ചെയ്ത് വരക്കും. ഇനി ഇവന്മാർ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് അറിയണ്ടേ. സോ അപ്പോൾ അടുത്തത് എന്തായിരുന്നു, ട്രൂ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 3x + 5y ലെസ് ദാൻ 15 അല്ലേ, ലെസ് ദാൻ 50. നമ്മൾ ഈക്വൽ ടു മാറ്റിയിട്ട് ലെസ് ദാൻ്റെ സിമ്പിൾ എടുക്കും. രണ്ടിനും എന്തിട്ട് കൊടുക്കുക, എക്സിനും വൈക്കും 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 ലെസ് ദാൻ 15 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ 0 ലെസ് ദാൻ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്, ട്രൂ അല്ലേ. 0 എന്ന് പറയുന്നത് 15നേക്കാൾ ചെറുതാണ്. അപ്പോൾ ഇത് ട്രൂ ആണ്. അപ്പോൾ ഇതിലേക്ക് വരൂട, ഒറിജിനിലേക്ക് വരും. സോ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഗ്രാഫ് എങ്ങോട്ടായിരിക്കും വരാൻ പോകുന്നത്, ഒറിജിനിലേക്കായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കണ്ടപ്പോൾ നമുക്ക് എന്ത് തോന്നി, രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും വന്നോ, ഇല്ല. രണ്ടിലും കോമൺ ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ, ഫീസിബിൾ റീജിയൻ എന്ന് നമ്മൾ പറയാം. ക്ലിയർ? പക്ഷേ ഈ കേസിലുണ്ടോ അങ്ങനെ ഒരാൾ, രണ്ടുപേര് രണ്ട് വഴിക്ക് പോയി. അപ്പോൾ therefore നമുക്ക് എന്ത് പറയാം, നോ ഫീസിബിൾ സൊല്യൂഷൻ. നോ ഫീസിബിൾ സൊല്യൂഷൻ അതിന് മുമ്പായിട്ട് എഴുതാം നോ ഫീസിബിൾ റീജിയൻ. therefore നോ സൊല്യൂഷൻ. എന്തായിരിക്കും, നോ ഫീസിബിൾ റീജിയൻ ആയതുകൊണ്ട് നോ സൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെയും ഗ്രാഫ് വരും. അപ്പോൾ ആദ്യം നമ്മൾ ഒറ്റ ലൈൻ്റെ പഠിച്ചു, 2 ലൈൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എടുക്കാമെന്ന് പഠിച്ചു. ഇനി 2 ലൈൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഫീസിബിൾ റീജിയൻ അല്ലാത്ത കേസും ഇപ്പോൾ നമ്മൾ പഠിച്ചു. ദെൻ ഒരാളെ കൂടി പഠിച്ചു. ഈ ഒരൊറ്റ കാര്യം കൂടി പഠിച്ചാൽ നമുക്ക് ഈ ഒരു സംഭവം മൊത്തത്തിൽ സെറ്റാണ്. അപ്പോൾ അത് അടുത്തൊരു പോയിന്റ് ആണ്. ഇവിടെ നമുക്ക് മിനിമൈസ് ആണ് തന്നേക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് മിനിമൈസ് ആണ് തന്നേക്കുന്നത്. z = x + 2y ആണ്. സബ്ജക്റ്റ് ടു ഏതൊക്കെയാണ്, രണ്ടെണ്ണമാണോ, 2x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, x + 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ ആളെടുക്കാം, 2x + y. ഇവിടെ എന്തായിരിക്കും വരാം, ഞാൻ ഈക്വൽ ടു 3 എടുത്തു. ദെൻ അടുത്ത പരിപാടി എന്തായിരിക്കും, ഞാനിവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ എക്സ് എടുക്കുക, ഇവിടെ വൈ എടുക്കുക. ആദ്യം എക്സിന് 0 എടുക്കുക. അപ്പോൾ 2x-ടെ 0 ആയിപ്പോയി. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് കിട്ടി മക്കളെ, 3 കിട്ടി. ഇനി അടുത്ത പരിപാടി എന്താ, അടുത്ത പരിപാടി എന്ന് പറയുന്നത് വൈക്ക് 0 ഇട്ട് കൊടുക്കുക. വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ കിട്ടുക, 2x = 3 അല്ലേ. 2x = 3. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 3/2. അപ്പോൾ എന്തായിരിക്കും എക്സിൻ്റെ വാല്യൂ ഇട്ടാൽ 3/2, 1.5 കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വാല്യൂ കിട്ടിയല്ല 1.5 അല്ലെങ്കിൽ 3/2. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഈ ഒരു ഗ്രാഫിൻ്റെ അടുത്തൊരു കണ്ടീഷൻ നമ്മൾ എടുക്കുക, 2x + y ഗ്രേറ്റർ ദാൻ 3 ആണ്. എന്നാൽ ഗ്രേറ്റർ ദാൻ 3 ആണ്. അപ്പോൾ നമുക്ക് രണ്ടിലും 0 ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ 0 ഗ്രേറ്റർ ദാൻ 3 എന്നാണ് കിട്ടുക. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ, ഇല്ല. 0 ഒരിക്കലും ഗ്രേറ്റർ ദാൻ 3 ആവില്ല. അപ്പോൾ ഇതെന്താണ്, ഫോൾസ് ആണ്. അപ്പോൾ ട്രൂ ആണെങ്കിൽ ഒറിജിനിലേക്ക് വന്നതിനെ, ഫോൾസ് ആണെങ്കിൽ ഒറിജിനിൽ നിന്ന് അകത്തി വരക്കാം. സോ നമ്മളുടെ ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്യുകയാണ്. നമ്മുടെ വാല്യൂസ് ഏതൊക്കെയാടാ, 1 എടുക്കാം, 2 എടുക്കാം, 3 4 5 6 നമ്മളുടെ എക്സ്. ദെൻ ഇങ്ങോട്ട് 1
2 3 4 5 ഇങ്ങോട്ട് ആരാണ് നമ്മളുടെ വൈയുടെ ഗ്രാഫാണ്. ക്ലിയർ? ഇത് എക്സ് ഡാഷ്, ഇത് വൈ ഡാഷ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്ലോട്ട് ചെയ്യാലോ. ഫസ്റ്റ് പോയിന്റ് 0,3 ആണ്. ദേ നമ്മളുടെ ആദ്യത്തെ പോയിന്റ് ഉണ്ട് 0,3 ആണ്. അപ്പോൾ ദേ ഞാൻ ഇപ്പുറത്ത് എഴുതാം 0,3 ആണ്. അപ്പോൾ നമ്മളുടെ ഒരു പോയിന്റ് കിട്ടിയിട്ടാ. അടുത്തതാരാ 1.5,0. അപ്പോൾ 1നും ഇതിനിടയിൽ ദേ ഇവിടെയല്ലേ വരാം. അപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ ജോയിൻ ചെയ്ത് വരക്കാണ്. ഇത് ഏതായിരിക്കൂടാ നമ്മളുടെ പോയിന്റ് കിട്ടി 1.5,0. ഞാൻ ആദ്യം ആ ഗ്രാഫ് വരക്കാം കേട്ടോ. പേരിട്ട് കൊടുക്കുക 2x + y > 3 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം ഫോൾസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് വരക്കേണ്ടത്? നമ്മൾ ആദ്യം വരക്കേണ്ടത് ഇവനെ ഒറിജിനിൽ നിന്ന് അകത്തി വരക്കാം. സോ ഞാനൊരു ഡോട്ട് ലൈനിൽ തന്നെ മാർക്ക് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇവന്മാരെന്ത് ചെയ്യുന്നു? ഒറിജിനിൽ നിന്ന് അകന്നു പോവാണ്. ക്ലിയർ? ഒറിജിനിൽ നിന്ന് അകന്നു പോവാണ്. ഇനി നമ്മൾ അടുത്തൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടത് ഏതാടാ? x + 2y > 6 ആണ്. x + 2y > 6 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നേരത്തെ വരച്ചതുപോലെ തന്നെ ഒരു ബോക്സ് വരക്കുക, എക്സ് എടുക്കുക, വൈ എടുക്കുക. ആദ്യം എക്സിന് എന്ത് ചെയ്യുക? 0 ഇട്ട് കൊടുക്കുക. എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2y = 6 ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് കിട്ടും? 6/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കിട്ടും. ക്ലിയർ? അടുത്ത പരിപാടി എന്താ? വൈക്ക് 0 ഇട്ട് കൊടുക്കുക. വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ x = എന്ത് കിട്ടിയടാ? 6 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് 2 പോയിന്റ് കേട്ടോ, 0,3യും 6,0യും ആണ്. ഇനി നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. x + 2y > 6 ആണെന്നാണ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? 0 > 6. ഇതും ട്രൂ ആണോ? അല്ല. കാരണം 0 ഒരിക്കലും 6നേക്കാൾ വലുതല്ല. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഫോൾസ് ആണ്. ഫോൾസ് ആണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? ഒറിജിനിൽ നിന്ന് അകന്നു പോവും. സോ നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. 0,3 6,0 അല്ലേ? 0,3 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് അവിടെ തന്നെ കിടപ്പുണ്ട്. ഇനി 6,0 എന്ന് പറഞ്ഞത് ഇവിടെ ആണ് അല്ലേ? 6,0. സോ ഞാൻ എന്ത് ചെയ്യുന്നു? അവനെ ജോയിൻ ചെയ്യുന്നു 6,0. ഇനി ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെയും നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫോൾസ് ആണ് കണ്ടീഷൻ കിട്ടിയിരിക്കുന്നത്. ഫോൾസ് ആണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ മീനിങ്? ഫോൾസ് എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് അകന്നായിരിക്കും പോവുക. അപ്പോൾ ഇത് ഞാൻ വരക്കാം കേട്ടോ. ഇവിടെയും ഞാൻ എന്ത് ജോയിൻ ചെയ്ത് വരക്കാണ്. ഇവന്മാരെന്ത് ചെയ്യുക? അകന്ന് പോവാണ്. അപ്പോൾ നേരത്തെ ഗ്രാഫ് ഇങ്ങോട്ടാണ്, ഈ ഗ്രാഫും എന്താണ്? ഇങ്ങോട്ട് അകന്ന് പോവാണ്. അപ്പോൾ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സ്ഥലമില്ലേ? ഇവിടെ ഒരു ബൗണ്ടഡ് അല്ല കിട്ടിയിരിക്കുന്നത്, അൺബൗണ്ടഡ് ആണ്. പക്ഷേ രണ്ടിലും കോമൺ ആയിട്ട് ദേ ഈ ഒരു പോർഷൻ നോക്കിയടാ. ഈ ഒരു പോർഷനിൽ 2 ഗ്രാഫും ഒരുമിച്ച് വരുന്നില്ലേ? ഈ ഒരു മൊത്തം പോർഷനിൽ എവിടെ വരുന്നുണ്ട്? 2 ഗ്രാഫും ഒരുമിച്ച് വരുന്നുണ്ട്. ആ ഒരു ഷെയ്ഡ് ചെയ്തേക്കണ ഭാഗം ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം. അവിടെ ഏതൊക്കെ പോയിന്റ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ്. അപ്പോൾ രണ്ടിലെയും ക്രോസ് ചെയ്തിട്ട് രണ്ടിലും കോമൺ വരണം കേട്ടോ. ദേ ഈ ഒരു പൊസിഷനൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം എന്താ? അവിടെ മറ്റേ ഗ്രാഫ് വന്നിട്ടില്ല. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആ പൊസിഷൻ എടുക്കുക. അപ്പോൾ ഏതൊക്കെ പോയിന്റാണ് നമുക്ക് കിട്ടുക? 0,3 ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ആരടാ? 6,0 ഉണ്ട്. ഐഡിയ കിട്ടിയ? അപ്പോൾ അൺബൗണ്ടഡ് വന്നാലും നമ്മൾ ഇതേപോലെ 2 ഗ്രാഫും കൂടി മിക്സ് ചെയ്ത് വരുന്ന പോർഷൻ എടുക്കുക. ക്ലിയർ? അപ്പോൾ ആ പോയിന്റുകൾ എടുക്കുക. 0,3യും അതുപോലെ തന്നെ 6,0 ആണ്. ഇനി നമ്മളുടെ z = x + 2y ആണ് അല്ലേ? അപ്പോൾ z = x + 2y ആണ്. നമ്മളുടെ 2 പോയിന്റുകൾ ഏതൊക്കെയാടാ? നമ്മൾ 2 പോയിന്റ് കിട്ടിയേക്കണത് 0,3 അതുപോലെ തന്നെ 6,0 ആണ്. അപ്പോൾ നമുക്കൊന്ന് ഇതിൽ ഇട്ട് കൊടുക്കാമല്ലോ. ആദ്യത്തെ കേസിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 0 + 2 × 3 = 6 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അടുത്തത് ഇട്ട് കൊടുക്കുക. എക്സിൻ്റെ സ്ഥലത്ത് 6 + 2 × 0. അപ്പോൾ അതും എന്ത് കിട്ടി? 6 കിട്ടി. അപ്പോൾ 2 വാല്യൂം സെയിം ആണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണം എന്താ? മിനിമൈസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ 2 പോയിന്റിലും എന്തായിരിക്കും അവൻ? മിനിമം ആയിരിക്കും. എന്തായിരിക്കും? 2 പോയിന്റിലും അവൻ മിനിമം ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു? ഒരൊറ്റ ലൈൻ വന്നാൽ എങ്ങനെയാണെന്ന് പഠിച്ചു. 2 ലൈൻ വന്നു കഴിഞ്ഞിട്ട് അത് ബൗണ്ടഡ് ആവുന്ന ഒരു കേസ് പഠിച്ചു. 2 ഇത് മിക്സ് ആവുന്നത് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചു 2 ലൈൻ വന്നു കഴിഞ്ഞാലും 2 ഷെയ്ഡും കണക്റ്റഡ് ആവാത്തത്, രണ്ടിലും കോമൺ ആയിട്ട് ഇല്ലാത്തത് പഠിച്ചു. പിന്നെ ഒരെണ്ണം അൺബൗണ്ടഡ് ആയിട്ട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരും. ക്ലിയർ ആണല്ലോ? ഇനി ഒരു കാര്യവും കൂടി പഠിച്ച് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? ചില സമയത്ത് ക്വസ്റ്റ്യനിൽ ഇതിങ്ങനൊരു സാധനം വരും, x > y എന്ന് പറഞ്ഞിട്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഏറ്റവും ആദ്യം ഗ്രാഫ് വരക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ആ ഗ്രേറ്റർ ദാൻ സിമ്പിളിനെ കളയാം. x = y. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? എക്സിന് 1 കൊടുത്താൽ വൈക്ക് 1, എക്സിന് 2 കൊടുത്താൽ വൈക്ക് 2. ആ ഒരു പോയിന്റ് ആയിരിക്കും വരാം. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരാമെന്നും കൂടി ഒന്ന് പഠിച്ചു വെച്ചോ കേട്ടോ. അപ്പോൾ x 0 കൊടുത്താൽ ഇവനും എന്തായിരിക്കും? 0. അപ്പോൾ നമ്മുടെ പോയിന്റുകൾ എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്? ഇതായിരിക്കും നമ്മളുടെ 0,0 വരെ. ഞാനിവിടെ വെറുതെ മാർക്ക് ചെയ്യുക.
1 2 3 4 ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾക്ക് വരാം. മുകളിലേക്ക് ഇങ്ങോട്ട് 1 2 3 ഇങ്ങോട്ട് 4. ക്ലിയർ? അപ്പോൾ 1,1 നമ്മുടെ ആദ്യത്തെ പോയിന്റ്. അപ്പോൾ 1,1 എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ വരാം. ദെൻ 2,2 എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് ദേ ഇവിടെ വരും. 3,3 എന്ന് പറഞ്ഞാൽ ഇവിടെ 3യും ഇവിടെ 3യും ഇങ്ങനെയല്ലേ വരാം. അപ്പോൾ ഗ്രാഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈയുടെ ഗ്രാഫ് ഇതേപോലെ ആയിരിക്കും നമുക്ക് വരാം. ഇനി ഈ ഗ്രാഫ് എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യും, അതാണ് കുറച്ച് പേരെങ്കിലും കൺഫ്യൂഷൻ അടിക്കും. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്തും. ഇങ്ങനെ ആയിരിക്കും വരാം. അപ്പോൾ നമുക്ക് 0 ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക, 0 ഇട്ട് കൊടുത്താൽ ഇതേപോലെ തന്നെ 0 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ കുറച്ച് പേരെങ്കിലും കൺഫ്യൂഷൻ, ഈ ഗ്രാഫ് നമ്മൾ എങ്ങോട്ട് വരക്കണം ഒന്നും ആലോചിക്കേണ്ട. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ വൈ അല്ലേ, അപ്പം എക്സ് ആണ് വൈയിനേക്കാൾ വലുതായിട്ട് കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇതാണ് നമ്മളുടെ എക്സ് ആക്സിസ്. അപ്പോൾ ഏതാണ് വലുത്, എക്സ് ആയിട്ടല്ലേ വലുത്. അപ്പോൾ എന്ത് ചെയ്യുക, എക്സ് ആക്സിസിലേക്ക് എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക. എന്ത് ചെയ്യുക, എക്സ് ആക്സിസിലേക്ക് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ തിരിച്ചായിരുന്നെങ്കിലോ, വൈ ഗ്രേറ്റർ ദാൻ എക്സ് ആയിരുന്നെങ്കിലോ നമ്മൾ എന്ത് ചെയ്തേനെ, വൈയിലേക്ക് ഷെയ്ഡ് ചെയ്യും. കാരണം വൈ അല്ലേ വലുത്, അപ്പോൾ വൈയിലേക്ക് ഷെയ്ഡ് ചെയ്യും. അപ്പോൾ ഐഡിയ കിട്ടിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ സിമ്പിളാണ്. ഇത്രയും അടിപൊളിയായിട്ട് പഠിക്കൂലേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദ ബെസ്റ്റ്.